മിസ്റ്ററീസും വണ്ടേഴ്സും നിറഞ്ഞ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ പിനക്കിൾസ് ഡെസേർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. I am Skrillu and today I am taking you on a journey through this mesmerizing terrain. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ നംബൂങ് നാഷണൽ പാർക്കിൻ്റെ പാർട്ടായിട്ടുള്ള പിനക്കിൾസ് ഡെസേർട്ടിലേക്കാണ്. പെർത്തിൽ നിന്നും ഏകദേശം 200 കിലോമീറ്റേഴ്സേ പിനക്കിൾസ് ഡെസേർട്ടിലേക്കുള്ളൂ. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കാണുന്നത് ബുഷസ് ആണ്, അതായത് കുറ്റിച്ചെടികൾ. വെസ്റ്റേൺ ഓസ്ട്രേലിയ ബുഷസാൽ സമൃദ്ധമാണ്. ഇന്ത്യൻ ഓഷ്യൻ ഡ്രൈവിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ കാണുന്നത് വൈറ്റ് സാൻഡാണ്. ഇത് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നല്ല ഭംഗിയത് കാണാനായിട്ട്. ഈ തിങ്ങി നിൽക്കുന്നത് ബുഷസ് ആണ്. ഇതിനുള്ളിൽ പലതരത്തിലുള്ള ജീവികളുണ്ട്. ഈ അറ്റത്ത് കാണുന്നത് ഇന്ത്യൻ ഓഷ്യനാണ്. നമ്മളിപ്പോൾ ഇവിടെ എൻട്രി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വോളണ്ടിയറിംഗ് പാസ് ഉള്ളതുകൊണ്ട് തന്നെ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ പാർക്കിംഗ് കിട്ടി. ഇവിടെ വന്നപ്പോഴാണ് ആ വലിയ സത്യം മനസ്സിലാക്കിയത്. ഇവിടെ ഭയങ്കര ഈച്ച ശല്യമാണ് ഗൈസ്. നമ്മളിപ്പോൾ പിനക്കിൾസ് ഗാലറി കാണാനും ഫ്ലൈനെറ്റ് മേടിക്കാനും പോവുകയാണ്. ഇതൊരു ചെറിയ ഷോപ്പാണിത്. ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ഗിഫ്റ്റുകളും പിന്നെ ഇൻഫോർമേറ്റീവ് മെറ്റീരിയൽസും അതുപോലെ പിനക്കിൾസായിട്ട് റിലേറ്റ് ചെയ്ത ഫോട്ടോസും എല്ലാം നമുക്ക് കിട്ടും. ഇതാണ് പിനക്കിൾസ് ഗാലറി. ഇവിടെ പിനക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും പിന്നെ ഫോട്ടോസും കൂടാതെ ഇവിടെ കുറച്ച് ആനിമൽസിൻ്റെ വൗച്ചേഴ്സൊക്കെ ഉണ്ട്. ഇത് നേറ്റീവ് ആനിമൽസിൻ്റെ വൗച്ചേഴ്സാണ്. ഇതാണ് ബ്ലാക്ക് കൊക്കറ്റോ. ഇതാണ് പോസം. ഇത് ഓസ്ട്രേലിയയിൽ കാണുന്ന ഒരു ആനിമലാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലൈനെറ്റ് മേടിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫ്ലൈനെറ്റൊക്കെ ഇട്ട് സെറ്റായി. നമുക്ക് നേരെ പിനക്കിൾസിലേക്ക് പോകാം. നമ്മളിപ്പോൾ പിനക്കിൾസിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതൊരു 4 കിലോമീറ്റർ ഡ്രൈവാണ്. അപ്പോൾ നമുക്കിനി കൂടുതൽ പിനക്കിൾസ് വിശേഷങ്ങൾ കാണാം. പിനക്കിൾസിൻ്റെ രൂപീകരണ പ്രക്രിയ വ്യക്തമല്ലെങ്കിലും ഒരു 25,000 മുതൽ 30,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. പണ്ട് ഈ പ്രദേശം ആഴം കുറഞ്ഞ കടലായിരുന്നു.
കാലക്രമേണ ഷെല്ലുകളും പവിഴപ്പുറ്റുകളും മറ്റ് സമുദ്രജീവികളും കടലിനടിയിൽ അടിഞ്ഞുകൂടി. പിന്നീട് സമുദ്രനിരപ്പിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായപ്പോൾ ഈ കാൽഷ്യം കാർബണേറ്റും മണലുമായി കൂടിച്ചേർന്ന് ചുണ്ണാമ്പുകല്ലുകൾ അഥവാ ലൈംസ്റ്റോണുകൾ രൂപപ്പെട്ടു. പിന്നെ മഴയും കാറ്റുമൊക്കെ വന്ന് മണ്ണൊലിച്ചു പോയതോടുകൂടി മണലിനടിയിൽ മൂടിക്കിടന്നിരുന്ന ഈ ലൈംസ്റ്റോണൊക്കെ ഉയർന്നു വന്ന് ഇന്നീ കാണുന്ന ഈ ലാൻഡ്സ്കേപ്പിലേക്ക് മാറി. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന ചൊവ്വാഗ്രഹം പോലെ തോന്നും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് പിനക്കിൾസ്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ഒത്തിരി ആളുകൾ ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇവിടെ ബ്ലാക്ക് കൊക്കറ്റോ, എമ്മു, കാൻഗാരു തുടങ്ങിയ ഒത്തിരി നേറ്റീവ് ആനിമൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇത് നന്നായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതിവിടുത്തെ വ്യൂ പോയിൻ്റ് ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വൈഡ് ആംഗിൾ വ്യൂ തന്നെ കിട്ടും. സൺസെറ്റിനോട് അടുക്കുമ്പോഴാണ് പിനക്കിൾസ് നമുക്ക് കൂടുതൽ മനോഹരമായി തോന്നുന്നത്. എല്ലാവരും ഈ സ്പോട്ടിലിരുന്ന് ഈ മാജിക്കലായിട്ടുള്ള സൺസെറ്റ് ആസ്വദിക്കുകയാണ്. താഴെ ബസ്സിലൊക്കെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവർ ബാർബിക്യൂ ഒക്കെ ചെയ്ത് സൺസെറ്റ് ആസ്വദിക്കുകയാണ്. എൻട്രി വരുന്നത് 4:30 PM വരെയാണ്. നമുക്കിവിടെ 9 o'clock വരെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും.
പിനക്കിൾസ് ഡെസേർട്ടിൽ ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ ജോയിനിങ് മീ. കീപ് എക്സ്പ്ലോറിംഗ് അൺടിൽ നെക്സ്റ്റ് ടൈം.